Hi guys, welcome to EduBoard Practical Session. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. ഏതാണ്? സിമ്പിൾ പെൻഡുലം. അതായത് നമ്മുടെ എക്സാമിന് ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് സിമ്പിൾ പെൻഡുലം. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിലൂടെ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് ജിയുടെ വാല്യൂ ആണ്. ജിയോ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എത്രയുടെ വാല്യൂ വരിക? 9.8 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ. ക്ലിയർ? അതെങ്ങനെ കണ്ടുപിടിക്കുക? നമുക്കറിയാം സിമ്പിൾ പെൻഡുലത്തിന് ടൈം പീരീഡ് ഇക്വേഷൻ ടി ഈക്വൽ 2π√L/g അല്ലേ. ടി സ്ക്വയർ എടുത്ത് നോക്ക്. അപ്പോൾ 4π² × L/g എന്ന് വരും. അങ്ങനെയെങ്കിൽ ജി ഈക്വൽ നമുക്ക് എന്ത് കിട്ടും? 4π² × L/t². ആ ഇക്വേഷൻ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ പോകുന്നത്. സെറ്റ് ആണല്ലോ. അപ്പോൾ പവർ ആയിട്ടിരുന്നോളൂ, നമ്മൾ ഉഷാറാക്കാൻ പോവാണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം ടൈം പീരീഡ് ഡിപ്പെൻഡ് ചെയ്യുന്ന ലെങ്ത്തിന് മാത്രമാണ്. അപ്പോൾ ഈ ലെങ്ത് ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന്റെ എക്സ്പെരിമെന്റ് ചെയ്യുന്നത് കേട്ടോ. അത് സാർ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം പറഞ്ഞു തരാം. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമുക്ക് വേണ്ട എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ഒന്ന് നമ്മുടെ ഈ ഒരു സിമ്പിൾ പെൻഡുലത്തിന്റെ ഈ ഒരു അപ്പാരറ്റസ് തന്നെയാണ്. ത്രെഡ് ഉണ്ട്, അതേപോലെ ഇവിടെ ബോബ് ഉണ്ട്, പിന്നെ നമ്മുടെ ടൈം പീസ് പോലത്തെ ഒരു സാധനമാണ് എന്ത്, ഇത് നമ്മൾ സ്റ്റോപ്പ് വാച്ച് എന്ന് പറയും. ഈ സ്റ്റോപ്പ് വാച്ചുമാണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഈ സ്റ്റോപ്പ് വാച്ചിന്റെ വർക്കിംഗ് വേണമെങ്കിൽ സാർ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇതാണ് ഇതിന്റെ സ്റ്റാർട്ടും അതേപോലെ സ്റ്റോപ്പും ഈ ഒരു വാല്യൂ ആണ്. ഇത് റീസെറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇത് ഉപയോഗിക്കും. ഓക്കെ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടാബുലാർ കോളത്തിൽ എന്തൊക്കെയാണെന്നുള്ളത് നോക്കിയിട്ട് നമുക്ക് എക്സ്പെരിമെന്റൽ പ്രൊസീജിയറിലേക്ക് കിടക്കാം. ഇങ്ങോട്ടേക്ക് വന്നോളെ. ടാബുലാർ കോളത്തിലുള്ളത് ലെങ്ത് ഓഫ് ദ പെൻഡുലം L, അതായത് നമ്മൾ 50, 60, 70 നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് വെക്കുന്നുണ്ട്. 80, 90 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? സാറ് ജസ്റ്റ് ഈ 3 എക്സാമ്പിൾസ് മാത്രമാണ് നിങ്ങൾക്ക് ചെയ്തു തരുന്നത് കേട്ടോ. ഓക്കെ അല്ലേ? പിന്നെ ടൈം ഫോർ 20 ഓസിലേഷൻസ്. ഓക്കെ, അതായത് ബോബ് ഓസിലേറ്റ് ചെയ്തിട്ട് ഓസിലേഷൻ എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ സാറ് പറഞ്ഞുതരാം. എന്നിട്ട് അതിൻ്റെ മീൻ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും. ദെൻ അതിൻ്റെ ടൈം പീരിയഡ് നമ്മൾ കണ്ടുപിടിക്കും. ദെൻ T² എടുക്കും. L/t² നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ അല്ലേ? അപ്പോൾ L/t² മീൻ വാല്യൂ എടുത്തിട്ട് നമ്മൾ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ ഇക്വേഷൻ ആയിട്ടുള്ള G = 4π² × L/t² സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയുടെ വാല്യൂ നമുക്ക് അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? കിട്ടുന്നുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമുക്ക് എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ എങ്ങനെയാണെന്നുള്ളത് നോക്കി നോക്കാം. ഇനീഷ്യലി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ലെങ്ത് മെഷർ ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പൊ ലെങ്ത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് മീറ്റർ സ്കെയിൽ വേണം. അപ്പൊ സാറ് നേരത്തെ നമ്മളെ എക്സ്പെരിമെന്റൽ അപ്പാരറ്റസ് പറഞ്ഞതിൽ ഇത് പറയാൻ വിട്ടുപോയിട്ടുണ്ട്. സോറി കേട്ടോ മക്കളെ. അപ്പൊ ഞാൻ ലെങ്ത് മെഷർ ചെയ്യാൻ പോവാണ്. അപ്പൊ ലെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുക? എവിടെ മുതൽ എവിടെ വരെയുള്ള ലെങ്താണ് വേണ്ടത്? ഈ കോർക്കിന്റെ താഴ്ഭാഗം മുതൽ ഈ ഒരു ബോബിന്റെ സെന്റർ വരെയുള്ള ലെങ്ത് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? മെഷർ ചെയ്യേണ്ടത്. അത് പല ആൾക്കാരും പല രീതിയിൽ എന്ത് ചെയ്യാറുണ്ട്? മെഷർ ചെയ്യാറുണ്ട്. ചില ആൾക്കാർ എന്ത് ചെയ്യും? ഈ ഒരു കോർക്കിന്റെ താഴ്ഭാഗത്ത് നിന്ന് ഈ ബോബിന്റെ മുകൾ ഭാഗം വരെയുള്ള ലെങ്ത് എടുക്കും. ഓക്കെ, എന്നിട്ട് ഇതിന്റെ റേഡിയസ് കണ്ടുപിടിക്കും. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ സെന്ററിലേക്കുള്ള ഡിസ്റ്റൻസ് ആണല്ലോ. അപ്പൊ ആ ഈ ലെങ്ത് പ്ലസ് ആ റേഡിയസ് ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇതിന്റെ ടോട്ടൽ ലെങ്ത് കണ്ടുപിടിക്കും. സാർ എങ്ങനെ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഞാൻ ആദ്യം 50 സെന്റിമീറ്റർ ആണ് സെറ്റ് ചെയ്യാൻ പോകുന്നത്. 50, 60, 70 എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പൊ ആദ്യം ഞാൻ നേരെ സ്കെയിൽ വെച്ചിട്ട് ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ബോബ് വെച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് നമുക്ക് വരുന്നത് 50 സെന്റിമീറ്ററിൽ തന്നെയാണ് ഇപ്പം നമ്മുടെ എന്ത് കിട്ടുന്നത്? നമ്മുടെ ബോബ് നിൽക്കുന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പറയാൻ പറ്റും. ഓക്കെ അല്ലേ? നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കി നോക്ക്. ഇതെനിക്ക് ലക്കിക്ക് കിട്ടിയ കേട്ടോ, അല്ലാതെ ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചോന്നും അല്ല കേട്ടോ മക്കളെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി 50 കറക്റ്റ് കിട്ടിയിരുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമ്മൾ ലെങ്ത് മെഷർ ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് നമുക്ക് നോക്കാനുള്ളത് ഇതിൻ്റെ ഓസിലേഷൻ, അതായത് ടൈം ഫോർ 20 ഓസിലേഷൻ എത്രയെന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ എന്താ ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ? അതാദ്യം നമുക്ക് അറിയണം അല്ലേ. അതായത് ഒരു ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്? ഈ ബോബിനെ ജസ്റ്റ് അങ്ങോട്ട് ഓസിലേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അത് ഇവിടെ നിന്ന് ഈ ഒരു പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് ഈ ഒരു പോയിന്റിൽ തന്നെ തിരിച്ചെത്തുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അതിൻ്റെ 1 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി തിരിച്ച് ഈ ഒരു പൊസിഷനിലേക്ക് എത്തുന്നതാണ് എന്താ 1 ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ. എല്ലാവർക്കും അറിയാമായിരിക്കും, എന്നാലും സാർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇവിടെ 20 ഓസിലേഷൻസിനുള്ള ടൈം എത്ര എന്നുള്ളതാണ് ആദ്യമായിട്ട് കണ്ടുപിടിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളി. ഓക്കെ, ഞാൻ എന്ത് ചെയ്തു? ബോബ് ആട്ടി. ഇനി ഇതാണ് നമ്മുടെ സ്റ്റാർട്ട്, ഇത് തന്നെയാണ് നമ്മുടെ സ്റ്റോപ്പും വരുന്നത്. ഓക്കെ അല്ലേ? ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണേ. ഓക്കെ, ഏതോ ഒരു പൊസിഷനിൽ എത്തുമ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇവിടെ എത്തുമ്പോൾ സ്റ്റാർട്ട് ചെയ്യേ. ഓക്കെ, 1, 2, 3, 4, 5, 17, 18, 19, 20.
ഓക്കെ അല്ലേ? അതായത് 28th സെക്കൻഡിലാണ് നമുക്കിപ്പോൾ ഇതിൻ്റെ ടൈം ഫോർ 20 ഓസിലേഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അത് ഫസ്റ്റ് ട്രയലിൻ്റെ ആ കോളത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാർക്ക് ചെയ്ത് വെക്കാം. എത്ര? 28 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് കോളത്തിൽ സെക്കൻഡ് ട്രയലാണ് നമുക്ക് ചെയ്യേണ്ടത്. അതായത് സെയിം ലെങ്ത്തിൽ തന്നെ ഈ സെയിം പ്രൊസീജിയർ നമ്മൾ എന്ത് ചെയ്യണം, റിപ്പീറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അതാണ് നെക്സ്റ്റ് സാറ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, ആ ഒരു വാല്യൂ എൻ്റെ മനസ്സിലേക്ക് വെക്കുകയാണ്. ഫസ്റ്റ് ട്രയലിൻ്റെ വാല്യൂ 28 സെക്കൻഡ് ആണ്. ഓക്കെ, ഇനി സെക്കൻഡ് ട്രയലിലേക്ക് പോവാണ്. വീണ്ടും ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നു. 1 2 3 4 5 17 18 19 20. ഓക്കെ, നമുക്ക് വാല്യൂ കിട്ടുന്നത് ഇവിടെ 28ലാണ് നമുക്ക് വാല്യൂ കിട്ടുന്നത്. എഗെയിൻ സെക്കൻഡ് ട്രയൽ നമുക്ക് ടൈം ഫോർ 20 ഓസിലേഷൻ എത്രടാ, 28 ആണ്. ഓക്കെ അല്ലേ? ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഈ എക്സ്പെരിമെന്റൽ പ്രൊസീജിയർ നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്നു. ഇതിന്റെ ലെങ്ത് എന്ത് ചെയ്തിട്ട്, ചേഞ്ച് ചെയ്തിട്ട്. ഇപ്പോൾ 50 എന്നുള്ളത് ഞാൻ അടുത്തായിട്ട് 60 ആക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കണം, ഈ ഒരു ലെങ്ത്, നൂലിന്റെ ലെങ്ത് എത്ര എന്നുള്ളതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. ഓക്കെ അല്ലേ? അപ്പം ഞാൻ ലെങ്ത് ഇങ്ങനെ കൂട്ടിയിട്ട് 60ലേക്ക് വെക്കാൻ നോക്കുകയാണ്. ഓക്കെ, ലെങ്ത് ഞാൻ ഇങ്ങനെ കൂട്ടി ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇത് ഇവിടെയുള്ളത് 59, ഓക്കെ 58 ആയിട്ടുള്ളൂ അല്ലേ? അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്ന് മാറ്റി നോക്കിയാൽ എത്ര കിട്ടും നോക്കട്ടെ. എനിക്ക് കിട്ടുന്ന വാല്യൂ ഓക്കെ 61 ആവുന്നുണ്ട്, 60 കഴിയുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യാണ്, സാർ ഒന്നും കൂടെ ഇവിടെ എന്ത് ചെയ്യാണ്, ഒന്ന് ടൈറ്റ് ആക്കാൻ പോവാണ്. ഓക്കെ, ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓൾമോസ്റ്റ് വാല്യൂ നമുക്ക് എത്ര കിട്ടി, 60ലാണ് നമുക്ക് എന്ത് ചെയ്തു, ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ വീണ്ടും നമ്മുടെ എക്സ്പെരിമെന്റ് റിപ്പീറ്റ് ചെയ്യാൻ പോവാണ്. 20 ഓസിലേഷൻസിനുള്ള ടൈമാണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. 20 ഓസിലേഷനുള്ള ടൈം കണ്ടുപിടിക്കാൻ പോവാണ്. ജസ്റ്റ് ഓസിലേറ്റ് ചെയ്തിട്ടുണ്ട്. ഓസിലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, അപ്പുറത്തുള്ള ടേബിളിലൊന്നും എന്ത് ചെയ്യരുത്, ടച്ച് ചെയ്യരുത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. 1 2 3 17 18 19 20. ഓക്കെ, അതായത് ഓൾമോസ്റ്റ് 31ലാണ് നമ്മൾ എന്ത് വരുന്നത്, വാല്യൂ വരുന്നത്. അതായത് 20 ഓസിലേഷൻ നമുക്ക് വരുന്നത് എത്രയാണ്, 31ലാണ് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഈ സാധനം നമ്മൾ എന്ത് ചെയ്യുക, സെയിം എന്ത് ചെയ്യാണ്, റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, ജസ്റ്റ് ഓൺ ആക്കുക ഓഫ് ആക്കുക എന്നുള്ള ഒരു മെത്തേഡ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നതായതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നില്ല, വീണ്ടും സമയം നിങ്ങൾ എന്തില്ല, മെനക്കെടുത്തുന്നില്ല. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ചെയ്തു നോക്കുക, അത്രയേ ഉള്ളൂ. ഇനി അങ്ങനെയാണെങ്കിൽ അടുത്ത പ്രൊസീജിയർ വീണ്ടും ലെങ്ത് 70 ആക്കുക, എന്നിട്ട് ടൈം ഫോർ 20 ഓസിലേഷൻസ് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ വീഡിയോയിൽ അത് കംപ്ലീറ്റ് കാണിക്കുന്നില്ല, സാറ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ് എന്ത് ചെയ്യുക, അവിടെ എഴുതിയിട്ട് നമുക്ക് ടാബുലാർ കോളത്തിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. സെറ്റ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് 50ലും 60ലും 70ലും സാറിന് കിട്ടിയുള്ള വാല്യൂസ്. നിങ്ങളൊരു 80 90 വരെ ചെയ്ത് നോക്കുക, നമുക്ക് ഗ്രാഫും കൂടെ വരയ്ക്കാനുള്ളത് കൊണ്ട് കേട്ടോ. ഓക്കെ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 28 ആണ്. ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 31 + 31 / 2 എന്ന് പറയുമ്പോൾ 31 തന്നെയാണ്. ഇതിൻ്റെ മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, 34 ആയിരിക്കും. ഇപ്പോൾ 20 ഓസിലേഷൻസിൻ്റെ ടൈം പീരീഡ് ആണ് നമുക്ക് കണ്ടുപിടിച്ചിട്ടുള്ളത് അല്ലേ? ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം ആണല്ലോ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെയുള്ള 20 ഓസിലേഷൻ്റെ ടൈമിനെ ഡിവൈഡർ ബൈ 20 ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ഇവിടുത്തെ ടൈം പീരീഡ് എത്രയെന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ 28 ഡിവൈഡർ ബൈ 20 ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 28 / 20 ചെയ്യുമ്പം 1.4 ആണ് എനിക്ക് കിട്ടുന്ന വാല്യൂ. അതേപോലെ 31 ഡിവൈഡർ ബൈ 20 ആണ് അടുത്തായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 1.55 ആണ് എനിക്ക് കിട്ടുന്ന വാല്യൂ. then അടുത്തത് 34 ഡിവൈഡഡ് ബൈ 20 ചെയ്യുകയാണെങ്കിൽ എനിക്ക് 34/2 അല്ലേ, ദാറ്റ് ഈസ് 1.7 ആണ് എനിക്ക് കിട്ടുന്ന ടൈം പീരീഡ് എന്ന് കിട്ടിയത്. ഓക്കെ അല്ലേ? T² ആണ് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ 1.4² നമ്മൾ 14² 196 ആണ്. അപ്പോൾ 1.4² 1.96 ആയിരിക്കും വരുന്നത്. അടുത്തത് 1.55², അത് സാർ ചെയ്ത് നോക്കട്ടെ, അതെനിക്കറിയില്ല. ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്നത് 2.402 ആണ് എനിക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്. ഇനി അടുത്തത് 1.7² 17² 289, ദാറ്റ് ഈസ് 2.89 ആണ്
അവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ. ഇനി അടുത്തായിട്ട് നമുക്ക് L/T² ആണ് കണ്ടുപിടിക്കാനുള്ളത് കേട്ടോ. അപ്പോൾ L എന്ന് പറയുന്നത് 50 സെന്റിമീറ്റർ ആണ്. 50/T² എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് കേസിൽ 1.96 ആണ്. ഇത് ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്നത് 25.5 സെന്റിമീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് കേട്ടോ. ഓക്കെ അല്ലേ, സെന്റിമീറ്ററിലാണ് നമ്മൾ ലെങ്ത് ഇപ്പോൾ മെഷർ ചെയ്തിട്ടുള്ളത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യുകയാണെങ്കിൽ 60 നമ്മുടെ T² നമ്മൾ 2.402 ആണ്. അത് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 24.9 ആണ്. ഇനി അടുത്തതായിട്ട് നമ്മൾ 70/T² 2.89 ചെയ്യുകയാണെങ്കിൽ എനിക്ക് കിട്ടുന്ന വാല്യൂ 24.2 എന്നുള്ള വാല്യൂ ആണ് എനിക്ക് കിട്ടുന്നത്. ഓക്കെ അല്ലേ. ഇനി ഇതിന്റെ മീൻ വാല്യൂ കണ്ടുപിടിക്കുകയാണ്. മീൻ L/T² എന്ന് പറഞ്ഞാൽ 25.5 പ്ലസ് 24.9 പ്ലസ് 24.2 ഡിവൈഡഡ് ബൈ 3. ഇത് മൂന്നും കൂടെ ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 24.86 സെന്റിമീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഇനി അതിനെ മീറ്റർ/സെക്കൻഡ് സ്ക്വയറിലേക്ക് മാറ്റുകയാണെങ്കിൽ 0.2486 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും മീൻ L/T² എന്ന് പറഞ്ഞാൽ. ഓക്കെ അല്ലേ. ഇനി നമുക്ക് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാൽക്കുലേറ്റ് ചെയ്യാം ഇക്വേഷനിലൂടെ. അതായത് നമുക്കറിയാം G = 4π² L/T² ആണ്. ദാറ്റ് ഈസ് 4 × 3.14 ഹോൾ സ്ക്വയർ ഇൻറ്റു L/T² മീൻ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.2486 അല്ലേ, 0.2486 ആണ്. ഓക്കെ അല്ലേ. ഇത് ചെയ്യുമ്പം എനിക്ക് കിട്ടുന്ന ജിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 9.81 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ഓക്കെ അല്ലേ. അതായത് നമ്മുടെ ജിയുടെ വാല്യൂയുടെ ഓൾമോസ്റ്റ് കറക്റ്റ് വാല്യൂ ആണ് നമുക്ക് കിട്ടിയത് എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ പറയാൻ പറ്റും. ഓക്കെ, ഇപ്പൊ നമ്മൾ ജിയുടെ വാല്യൂ കണ്ടുപിടിച്ചിട്ടുള്ളത് ഇക്വേഷൻ വൈ ആണ്. ഇനി ഗ്രാഫ് വൈ, അതായത് L-ഉം T² തമ്മിലുള്ള ഗ്രാഫ് വൈ നമുക്ക് ജിയുടെ വാല്യൂ കണ്ടുപിടിക്കാനുണ്ട്. ഇനി അതിലേക്ക് നോക്കാം. ഓക്കെ, അപ്പം ഗ്രാഫ് L x-ആക്സിലും ലെങ്ത് x-ആക്സിലും T² y-ആക്സിലും വരച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ പോയിന്റ് മാർക്ക് ചെയ്തപ്പം എനിക്ക് കിട്ടിയിട്ടുള്ള ഗ്രാഫാണിതാ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. അപ്പോൾ x-ആക്സിൽ ഞാൻ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 25 സെൻറ്റിമീറ്ററും y-ആക്സിൽ ഞാൻ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡ് സ്ക്വയറുമാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ജി കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് ജിയുടെ ജനറൽ ഇക്വേഷൻ നമുക്കറിയാം. G = 4π² ഇൻറ്റു L/T² ആണല്ലേ, L/T². അപ്പോൾ ഞാനിവിടെ മാർക്ക് ചെയ്യാണ്. ഈ പൊസിഷൻ എ, ഇത് എ എന്ന് മാർക്ക് ചെയ്യുന്നു, ഇത് ബി എന്ന് മാർക്ക് ചെയ്യുന്നു, ഇത് സി എന്ന് മാർക്ക് ചെയ്യുന്നു. ദാറ്റ് ഈസ് G = 4π² ഇൻറ്റു L എന്ന് പറഞ്ഞാൽ നമ്മൾ x-ആക്സിലല്ലേ, ആ ലെങ്ത്താണ് നമ്മൾ എ ബി എന്ന് മെഷർ ചെയ്യുന്നത് അല്ലേ. എ ബി ഡിവൈഡഡ് ബൈ T² എന്ന് പറഞ്ഞാൽ y-ആക്സിലുമാണ്. ആ ലെങ്ത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് BC, അതാണ് നമ്മുടെ BC വരുന്നത്. ഇനി ആ വാല്യൂസ് ആണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ദാറ്റ് ഈസ് G = 4π² ഇൻറ്റു എ ബി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 50 to 70 ആണ്, അതായത് 20 ആയിരിക്കും. 20 ഡിവൈഡഡ് ബൈ BC എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ഈ ലെങ്ത് ആണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ മറ്റേ വാല്യൂസ് മൈനസ് ചെയ്ത് നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾമോസ്റ്റ് 0.8 ആണ് അതിൻ്റെ വാല്യൂസ് വരുന്നത്. ഇനി ഇതിൻ്റെ ഇക്വേഷന് നമ്മൾ എന്ത് ചെയ്യാണ്, കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുകയാണ്. വാല്യൂസ് കാൽക്കുലേറ്ററിൽ അടിച്ചു നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. 20 ഡിവൈഡഡ് ബൈ 0.8 ഓക്കെ ഇൻറ്റു 4 ഇൻറ്റു 3.14 അല്ലേ, 3.14 സ്ക്വയർ. That is equal to 9.85 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ് നമുക്ക് വരുന്ന വാല്യൂ. ക്ലിയർ അല്ലേ. അതായത് നമുക്ക് നേരത്തെ കിട്ടിയിട്ടുള്ള വാല്യൂ 9.81 ആയിരുന്നു. ഇപ്പോൾ കിട്ടിയിട്ടുള്ള വാല്യൂ എത്രയാണ്, 9.85 ആണ്. അതായത് ഗ്രാഫിൽ നിന്ന് കിട്ടിയിട്ടുള്ളതും കാൽക്കുലേഷനിൽ നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ വാല്യൂസ് രണ്ടും എന്താണ്, ഓൾമോസ്റ്റ് സെയിം ആണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ഓക്കെ അല്ലേ. ഇനി അതിൻ്റെ റിസൾട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ ഒന്ന് എഴുതി നോക്കാം. റിസൾട്ട് കാൽക്കുലേഷനിലൂടെ നമുക്ക് കിട്ടിയുള്ള റിസൾട്ട് എന്ന് പറഞ്ഞാൽ 9.81 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. അതേപോലെ ഗ്രാഫിൽ നമുക്ക് കിട്ടിയിട്ടുള്ള എത്രയാണ്, 9.85 മീറ്റർ/സെക്കൻഡ് സ്ക്വയർ ആണ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിൾ പെൻഡുലം എന്നുള്ള എക്സ്പെരിമെന്റ്. സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റുന്ന എക്സ്പെരിമെന്റ് ആണെന്ത്, സിമ്പിൾ പെൻഡുലം. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം എന്നുള്ള എക്സ്പെരിമെന്റ്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ലെങ്ത് നമ്മൾ എടുക്കുന്നത് സെന്റിമീറ്ററിലാണ്. അപ്പോൾ അതിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ ഒരിക്കലും എന്ത് ചെയ്യരുത്, എൻ്റെ മക്കൾ മറക്കരുത്. പിന്നെ മറ്റൊരു കാര്യം, ജിയുടെ വാല്യൂ 9.8 ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനി അഥവാ വാല്യൂസ് വല്ലതും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ വാല്യൂയിലേക്ക് എന്ത് ചെയ്യുക, എത്തിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, ശ്രമിക്കുക. ഓക്കെ അല്ലേ മക്കളെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തായാലും ഫുൾ മാർക്ക് കിട്ടും. അത്രക്കും സിമ്പിൾ ആയിട്ടുള്ള എക്സ്പെരിമെന്റ് ആണ് നമ്മുടെ സിമ്പിൾ പെൻഡുലം.